യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നിങ്ങൾക്ക് നല്ലൊരു ദൈവവചനവും പ്രാർത്ഥനയും കിട്ടുന്നുണ്ട്. അത് ദൈവം നമുക്ക് നൽകുന്നൊരു നിയോഗമാണ്. അത് നിങ്ങളിൽ എത്തിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യവുമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേൾക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ വചനം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതെല്ലാം ഒരു ദൈവകൃപയാണ്. മറ്റൊരു ദുരുദ്ദേശവുമില്ല. നിങ്ങൾ ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ വചനം അറിയണം. സത്യദൈവത്താൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം. അതാണ് ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം. ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം ദൈവമഹത്വമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതൊരു സാക്ഷ്യമായി തീരട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന് ഈ ഒരു പ്രാർത്ഥനയുടെ കുടുംബത്തിലായിരിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ, മാതാപിതാക്കൾ, കുടുംബങ്ങൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരുമുണ്ട് ഈ ഒരു കുടുംബത്തിനകത്ത്. അവരെല്ലാം ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ ഈ സ്ഥലത്തു നിന്ന് ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അളവറ്റ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് സന്തോഷത്തോടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വചനം കേൾക്കാം. വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. വചനം എല്ലാ ദിവസവും കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, പിശാചിന് കയറി വരാനുള്ള എല്ലാ വഴികളും എന്നേക്കുമായി അടഞ്ഞു പോകുന്നുണ്ട്. ഒരു തരത്തിലും പിശാചിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇഞ്ചിഞ്ചായി നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവവചനത്തിൻ്റെ വലിയൊരു കോട്ടയ്ക്കുള്ളിലായി നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളറിയാത്തൊരു ദൈവിക സംരക്ഷണത്തിനകത്ത ഒരു പുതപ്പിനുള്ളിലാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. ഇന്ന് കേൾക്കുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20 മുതലുള്ള വാക്യമാണ്. 20-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. നോഹ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്കൊരു ദഹന ബലി അർപ്പിച്ചു. ഒരു ആരാധന നടത്തി, ഒരു പ്രാർത്ഥന നടത്തി, ഒരു സമർപ്പണം നടത്തി. 21-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കാമോ? ആ ഹൃദ്യമായ ഗന്ധം ദൈവം ആസ്വദിച്ചു എന്ന്. ഒന്നും കൂടെ അത് പറയാം, ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ നമ്മൾ സത്യമായി പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. നമ്മുടെ വീട്ടിലുള്ളവർ പോലും ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും. എന്ന് നേരം വെളുക്കുമ്പോഴേ പ്രാർത്ഥനയാണ്, എപ്പോഴും വചനമാണ്. നമ്മളോട് ചിലർ ദേഷ്യപ്പെടുന്നു, നമ്മളോട് ചിലർ പിറുപിറുക്കുന്നു, ചിലർ ഒച്ച താത്തി വെക്ക്, ഇയർഫോൺ വെച്ച് കേൾക്ക്. എന്തിനാ എല്ലാവരും കേൾപ്പിക്കുന്നത്? നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഒരാൾ സന്തോഷിക്കുന്നു, ഒരാളുടെ മുഖം സന്തോഷമാകുന്നു. ബൈബിൾ എഴുതിയിരിക്കുന്നു, ആ ഗന്ധം ആസ്വദിച്ചപ്പോൾ സ്വർഗം കരഞ്ഞു എന്നാണോ വിഷമിച്ചു എന്നാണോ എഴുതിയിരിക്കുന്നത്? ദൈവം പ്രസാദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനും വിശ്വസിക്കുക, നോഹയെപ്പോലെ ബലിപീഠം നിർമ്മിച്ച് ആരാധിക്കുന്നതിന് തുല്യമാ. രാവിലെ എഴുന്നേറ്റ് വചനം കേട്ട് പ്രാർത്ഥനാ മുറിയിൽ വന്ന് ദൈവവചനം എഴുതി പ്രാർത്ഥിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയുന്നുവോ ധ്യാനിക്കാതെ പോവല്ല്, ദൈവം പ്രസാദിക്കുന്നു. ദൈവത്തിൻ്റെ ഫേവർ, പ്രസാദം നിങ്ങളിൽ വരാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ അത് വരാൻ തുടങ്ങുന്നു. അത് ഏതറ്റം വരെ എത്തിയെന്ന് പറയാം. 22-ാമത്തെ വാക്യം, ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും. ഇതൊക്കെ വായിക്കുമ്പോൾ എന്നാ തോന്നുന്നറിയാമോ? എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു നല്ല കാലം.
അങ്ങനെ നമ്മൾ ഒന്നും കൂടെ നോക്കി, ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും എന്നൊക്കെ പറയുമ്പോൾ എന്താ? എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു നല്ല കാലം. എപ്പോഴാ ഇതുണ്ടായത്? എപ്പോഴാ ഇത് കയറി വന്നത്? എപ്പോഴാ ഇത് സംഭവിച്ചത്? അപ്പുറത്തൊരു മനുഷ്യൻ ബലിപീഠമുണ്ടാക്കി ആരാധിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുമ്പോൾ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു നല്ല കാലം വീടിന് വരും, ജീവിതത്തിന് വരും, തലമുറകൾക്ക് വരും. എന്നിട്ട് അടുത്തൊരു വാക്കുണ്ട്, മറക്കല്ല്, അത് നിലയ്ക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം നിന്നു പോകത്തില്ലെന്ന്, അത് അവസാനിക്കത്തില്ലെന്ന്, അത് തുടർന്നുകൊണ്ടിരിക്കുമെന്ന്. ഹല്ലേലൂയ. ആ വാക്ക് നിങ്ങളുടെ ബൈബിളിലുണ്ടോ? അത് നിലയ്ക്കുകയില്ല. 10 ദിവസത്തേക്ക് വന്നോ, ഇനി ഒരു വർഷത്തേക്കില്ല, അങ്ങനെയല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് അത് നടന്നുകൊണ്ടിരിക്കും. നിനക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കും, അനുഗ്രഹങ്ങൾ നിലയ്ക്കാതെ വന്നുകൊണ്ടിരിക്കും. ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ, ഒരാരാധന ഉയർന്നു, ഒരു പ്രാർത്ഥന ഉയർന്നു, ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നിൽപ്പ് അവിടെ നിന്നു, പ്രാർത്ഥനയോടെ നിന്നു. അതെന്തുമാത്രം അനുഗ്രഹത്തെയാ ആ കുടുംബത്തിലേക്ക്, ആ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുകയാണ്. നിനക്കൊരു നല്ല സമയം ഉണ്ടാകും. ഇവിടെ ചിന്തിക്കുക, അവിടെ ഒരു വാക്ക് ഈ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, 21-ാമത്തെ വാക്യം, ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല ഭൂമിയെ. പിന്നെന്തു ചെയ്യും? നിലയ്ക്കാത്തൊരു അനുഗ്രഹത്തിന് തുടക്കമിടും. ദൈവത്തിൻ്റെ ഒരു നല്ല തീരുമാനം അവിടെ ഉണ്ടാവുകയാണ്. ജീവിതത്തിൽ ദൈവം തീരുമാനിച്ചത് ഉണ്ടാകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് പലരും പറഞ്ഞതും ശപിച്ചതും പെറുവിറുത്തതും ഒന്നുമല്ല നടക്കാൻ പോകുന്നത്. ദൈവം തീരുമാനിച്ചതാണ് നടക്കാൻ പോകുന്നത്. ദൈവം അനുഗ്രഹിച്ചതാണ് നടക്കാൻ പോകുന്നത്. ദൈവം തീരുമാനിച്ചതാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ പറ, ദൈവം എന്നെക്കുറിച്ച് തീരുമാനിച്ച് നടക്കാൻ പോവുക. ഞാൻ അതിന് വിലങ്ങതടിയാകത്തില്ല. എൻ്റെ ചിന്തകളോ എൻ്റെ കാഴ്ചപ്പാടുകളോ എൻ്റെ തെറ്റിദ്ധാരണകളോ എൻ്റെ പഴയ കാര്യങ്ങളൊന്നും അല്ല അതിനൊന്നും തടസ്സമാകത്തില്ല. നിലയ്ക്കാത്തൊരു അനുഗ്രഹത്തിന് തുടക്കമിടും ഞാൻ. നിലയ്ക്കാത്തൊരു നന്മ എൻ്റെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. എൻ്റെ കുടുംബത്തിനകത്ത് അത് വെളിപ്പെടും. ഹല്ലേലൂയ. ഇനി അടുത്തൊരു കാര്യം കൂടി വായിക്കാതെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. 9-ാം അധ്യായം 1-ാമത്തെ വാക്യം, ആ ഒരൊറ്റ ആരാധന ഉയർന്നപ്പോൾ ആ അനുഗ്രഹം എത്ര ദൂരത്തേക്ക് കയറി വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 9-ാം അധ്യായം 1-ാമത്തെ വാക്യം, നോഹയുമായി ദൈവം ഒരു ഉടമ്പടി ഏർപ്പെടുന്നു. എന്നിട്ട് പറയാണ്, നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു എന്ന്. ഒരു പ്രാർത്ഥന ഉയർന്നപ്പോൾ ആരാ അനുഗ്രഹിച്ചത്? ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുന്ന സമയമാണിത്. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം ഇടപെടുന്ന സമയമാണ്. നിന്റെ രോഗം സൗഖ്യമാക്കിക്കൊണ്ട് ദൈവം ഇടപെടുന്ന സമയമായത്. നിന്റെ തകർച്ചകളെ മാറ്റി, പരാജയത്തെ മാറ്റി, കടബാധ്യതയെ മാറ്റി ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ, നിലയ്ക്കാത്തൊരനുഗ്രഹത്തിൻ്റെ തുടക്കമിടുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് കുഞ്ഞേ ഇത്. ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണിത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എപ്പോഴാണ് ഈ അനുഗ്രഹം നോഹയുടെ ജീവിതത്തിൽ വന്നത്? നിങ്ങളെ നോക്കി അസൂയയോടെ പറഞ്ഞവരോ കുശുമ്പോടെ പറഞ്ഞത് പലതുമുണ്ട്. ശപിച്ചു പറഞ്ഞവരും പ്രാഗി പറഞ്ഞവരും ഉണ്ട്. അതൊന്നും നടക്കത്തില്ല. ദൈവം പറഞ്ഞത് നടക്കും. ദൈവം അനുഗ്രഹിച്ചത് നടക്കും. നിനക്ക് ദീർഘായുസ്സുണ്ടാകും. നിനക്ക് നല്ല ഭാവിയുണ്ട്. ദൈവം നിനക്ക് നല്ലൊരു ജീവിതം തരും. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട, പുതിയൊരു ഭാവി നിനക്ക് തരും. നല്ല ബിസിനസ് തരും. എല്ലാവരുടെ മുമ്പിലും അനുഗ്രഹത്തിൽ നിൽക്കാനുള്ള ഒരു നല്ല കാലം, എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു കാലം ദൈവം നിനക്ക് തരും. ഇന്ന് പറയുമ്പോൾ ഈ വാക്ക് മറക്കല്ല്. എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു നല്ല കാലം ദൈവം എനിക്ക് കുടുംബത്തിൽ തരും, എൻ്റെ കുടുംബത്തിൽ തരും, എൻ്റെ ആരോഗ്യത്തിൽ തരും, എൻ്റെ മക്കളെ തരും. വിശ്വസിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കാം. എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു നല്ല കാലം അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇന്നത്തെ ആശീർവാദം സ്വീകരിക്കാൻ. ഒരനുഗ്രഹം നിങ്ങൾക്ക് ഈ ആലയത്തിൽ വെച്ച് സ്വർഗത്തിൽ ദൈവം തരുന്നേ. അനുഗ്രഹമാകട്ടെ. നിയോഗം ഇവിടെ എഴുതി സമർപ്പിച്ച ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഓരോ അഞ്ചരയ്ക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും
അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, എല്ലാവിധ നിരാശയിൽ നിന്നും ദൈവം സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ഒന്നും നിങ്ങളെ തൊടത്തില്ല, ഒരു അനർത്ഥവും നിങ്ങളുടെ കൂടാരത്തിൽ വരത്തില്ല. ദൈവം അനുവദിച്ചു നൽകുന്ന, അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും എല്ലാം ഒത്തിണങ്ങിയൊരു നല്ല കാലവും ദൈവം തരും. ദൈവം തരും. ദൈവം നിനക്ക് തരും. അതിനുള്ള സമയമാണിത്. ദൈവത്തിൻ്റെ തീരുമാനം നിന്നിൽ നടക്കും. ദൈവഹിതം നടക്കും. നല്ലത് വരും. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എന്ന് കേട്ടൊരു വാക്കാണ്. എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ നല്ല കാലം. സാധിക്കുന്ന എല്ലാവർക്കും ഈ വചനം കൊടുക്കുക, പ്രാർത്ഥിക്കുക, ഷെയർ ചെയ്യുക. അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കട്ടെ.